ഇത്തരം പ്ലാനുകളെയാണ് നമ്മൾ 3D ഫ്ലോർ പ്ലാനുകൾ എന്ന് പറയുന്നത്. സാധാരണ വീട് പണിയുന്ന ആളുകളുടെ കയ്യിൽ ഇത്തരം 2D പ്ലാനുകളാണ് കയ്യിലുണ്ടാവുക. ക്ലയന്റിന് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ഫീലോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് ഇത്തരം പ്ലാനുകളുടെ അഡ്വാൻറ്റേജ്. വീട്ടിലെ സോഫയും മറ്റു ഫർണിച്ചറുകളും കട്ടിലും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ച സൈസിൽ നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ തന്നെയാണോ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത്തരം 3D ഫ്ലോർ പ്ലാനുകളെ കൊണ്ട് പറ്റും. ചിലപ്പോൾ നിങ്ങളൊരു ബെഡ്റൂമിൽ ആഗ്രഹിക്കുന്നത് ഒരു ബെഡ് കോട്ട്, വാർഡ്രോബ്, അതിനോട് ചേർന്നിട്ടൊരു വർക്കിംഗ് ടേബിൾ, മിറർ യൂണിറ്റ്, സൈഡ് ടേബിൾസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അത്രയും കാര്യങ്ങൾ ഒരു ബെഡ്റൂമിൽ ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇത്തരം പ്ലാനുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ച ഫർണിച്ചർ ലേഔട്ട് ആയിരിക്കില്ല പ്ലാനിൻ്റെ അകത്ത് പ്ലാൻ വരച്ച ആൾ കൊടുത്തിട്ടുണ്ടാവുക. പ്ലാനിലെ അളവുകൾ വാസ്തുപ്രകാരമൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഫർണിച്ചറുകൾക്കുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ക്ലയൻറ്റിനുണ്ടാവും. ഈ ഡൗട്ടും പ്ലാൻ വരച്ച ആളും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും 3D ഫ്ലോർ പ്ലാനുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം പ്ലാനുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓരോ സ്പേസിലൂടെയും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് നടന്നു പോകാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരമാണോ വീടുള്ളത്, അതിൻ്റെ ഫർണിച്ചർ അലൈൻമെൻ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് അതിൻ്റെ പൊസിഷൻസ് ഒക്കെ, പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ, ഐലൻഡ് കിച്ചണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുവശത്തും എത്രത്തോളം മെഷർമെൻറ്റ് ഉണ്ടാവും, അവിടെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള അളവുണ്ടോ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയാണോ, അതിൽ ഓരോ എക്യുപ്മെൻസും തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ വളരെ കൃത്യമായി ഇത്തരം 3D ഫ്ലോർ പ്ലാനിലൂടെ അറിയാൻ പറ്റും.